ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഈ നാളുകൾ നമ്മൾ കേട്ടിരുന്നത് യേശു ക്രിസ്തുവിൽ നമ്മള് മക്കളായിരിക്കുകയാണ്. മക്കളാകുമ്പോൾ നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് ഒരു വളർച്ചയുണ്ട് എനിക്ക് നിങ്ങൾക്കും. അതിന്റെ ഓരോ ദിവസവും നമ്മൾ ഓരോ സത്യം, ഓരോ കല്ലുകൾ വെച്ച് ഇങ്ങനെ പണിയപ്പെട്ട് വരികയാണ്. ഞാനും നിങ്ങളെല്ലാം യേശു ക്രിസ്തു എന്ന മൂലക്കല്ല്, അതിന് മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വെച്ച കല്ലുകള്. അത് നമ്മൾ ആ ഒരു സഭയിൽ കൂടെ നമ്മൾ ഓരോ അംഗങ്ങളും ഓരോന്നും പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നമ്മളിങ്ങനെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ സത്യം നമ്മൾ തരുന്നത്, ആ സത്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിയിൽ കൊണ്ടുവന്ന് അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ ആ നിറവിനോളം നമുക്ക് വരണം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ദൈവവചനം കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 9-10. കൊളോഷ്യൻസ് 2:9-10. ഓക്കെ, കൊളോഷ്യൻ 2:9-10. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പിതാവായ ദൈവം ആരോ ആ ദൈവത്തിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവിൽ സമന്വയിച്ചിരിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോ അവിടാണ് ആ ഒരു വെളിപ്പാടിലേക്ക് ഞാനും നിങ്ങളും വരണം. പിതാവായ ദൈവത്തിന്റെ പരിപൂർണത യേശു ക്രിസ്തു ദേഹരൂപമായി വസിക്കുന്നു എന്ന് വേറൊരു ട്രാൻസ്ലേഷൻ പറയുമ്പോൾ, അപ്പൊ യേശുവിലാണ് അത് ഫുൾ ഇരിക്കുന്നത്. അതാണ് യേശു വന്ന് വെളിപ്പെട്ടത്. പിതാവ്, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിതാവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ യേശുവില് പിതാവിന്റെ എല്ലാ മഹത്വവും ആ പരിപൂർണതയും ദേഹരൂപമായി യേശു ക്രിസ്തുവിലാണ് വന്നേക്കുന്നത്. ആ യേശു ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ട് നിങ്ങൾ പരിപൂർണരായി തീർന്നിരിക്കുന്നു. ആ പരിപൂർണരായി തീർന്നിരിക്കുന്ന വചനം പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പരിപൂർണതയ്ക്ക് ഒരു വളർച്ചയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസ് ഫ്രം കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് യു ആർ കംപ്ലീറ്റ്. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു ദാനമായിട്ട് പിതാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ആ കംപ്ലീറ്റ്നെസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കംപ്ലീറ്റ്നെസ്സിന് ഒരു നടത്തമുണ്ട്, ആ പരിപൂർണതയിലേക്ക് ഒരു നടത്തമുണ്ട്. എന്നാലേ നമുക്ക് മുന്നോട്ട് അതിനെ ആ നിറവിലോളം, യേശു ക്രിസ്തുവിന്റെ സകല നിറവിനോളം എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ചിന്ത വരേണ്ടത്, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് സോ ആർ ഓൾ ഈസ് ഫുൾനെസ്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ആ പരിപൂർണത മുഴുവൻ നിറവ് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ അത് കാണുന്നില്ലെങ്കിലും ആ പരിപൂർണതയുടെ നടത്തമാണ് ദൈവരാജ്യത്തിലെ യാത്ര എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ ജോയിന്റ് പാർട്ട്ണർ ചെയ്ത് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ നിറവിലോളം നമ്മളെ നടത്തുന്നത്. അപ്പോൾ ഒരിടത്ത് പറയുന്നത് യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ കംപ്ലീറ്റ്നെസ് കാണുന്നില്ലെങ്കിലും പിതാവായ ദൈവം ഓരോ സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെയും ആ പരിപൂർണതയിലേക്ക്, ആ കംപ്ലീറ്റ്നെസ്സിലേക്ക് നമ്മളെ നടത്തുക. അപ്പൊ കംപ്ലീറ്റ്നെസ് എന്നാണ് നമ്മൾ ആ ഒരു ഫുൾനെസ്സിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല ഫുൾനെസ് ആകാൻ വേണ്ടിയല്ല. കാരണം യേശു ക്രിസ്തു എന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല വന്നത്. നമ്മുടെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല പിതാവ് യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നേക്കുന്നത്. അവിടെ മനസ്സിലാക്കുന്നത് അത് ദാനമാണ്, കൃപയാണ്. അപ്പൊ എന്റെ ഒരു പ്രവൃത്തിയോ എന്റെ ഒരു പെർഫോമൻസ് നോക്കിയിട്ടേ അല്ല. അപ്പൊ യേശു ക്രിസ്തുവാണ് പിതാവിന്റെ ഏറ്റവും വലിയ ദാനം എനിക്ക് നിങ്ങൾക്ക് തന്നത്. നമ്മുടെ ഒരു പെർഫോമൻസ് നോക്കിയിട്ടേ അല്ല. കാരണം ഞാനും നിങ്ങളൊന്നും ജനിച്ചിട്ട് പോലുമില്ല. അതാ മനസ്സിലാക്കണ്ടേ. സോ ഫാദർ ഗിവ്സ് എവറിഥിങ് based on the placement of Jesus in us. പിതാവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നെ നിങ്ങളെയും ക്രിസ്തുവിലാക്കി, ക്രിസ്തുവിൽ കൂടെ നമുക്ക് മുഴുവൻ തരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തു ഊവേ ആമേൻ പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അത് പരിപൂർണതയായിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഈ പരിപൂർണത നടത്തപ്പെടുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം രക്ഷാകരണ പ്രവൃത്തി പിതാവിൽ കംപ്ലീറ്റ് ആണ്. സാൽവേഷൻ ഇസ് കംപ്ലീറ്റ് ഇൻ ഫാദർ. പക്ഷെ എന്നിലും നിങ്ങളും ആ വെളിപ്പെട്ട് വരികയാണ്. ഓരോ ദിവസവും ഓരോ മേഖലയിലും ആ രക്ഷാകരണ പ്രവൃത്തിയുടെ പരിപൂർണത വെളിപ്പെട്ട് വരികയാണ്. അതാണ് ആ ഫുൾനെസ്. അപ്പോൾ നമ്മളെ ആത്യന്തികമായ നമ്മുടെ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്നെ നിങ്ങളെ ആ പുത്രന്റെ തികവോളം, പുത്രൻ എങ്ങനാണോ പിതാവിന്റെ മഹത്വത്തിൽ പരിപൂർണതയിൽ ഇരിക്കുന്നു ആ ഒരു വളർച്ചയിലേക്ക് ദിവസവും ദൈനംദിന ജീവിതത്തിൽ എന്നെ നിങ്ങളെയും ആ പരിപൂർണതയിലേക്ക് ഒരു നടത്തപ്പെടുകയാണ്.
ഒരു വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം. അതൊരിക്കലും നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ പെർഫോമൻസോ നോക്കിയിട്ടേ അല്ല. എവറിതിങ് ഈസ് എ ഗിഫ്റ്റ്. അതാണ് ദൈവരാജ്യത്തിലെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇൻ ദ കിങ്ഡം എവറിതിങ് ഈസ് എ ഗിഫ്റ്റ്. പിതാവ് ഒറിജിനേറ്റ് ചെയ്യുന്നു, പിതാവിന്ന് തുടങ്ങുന്നു, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. യേശുവിനെ പോലും ദാനമായിട്ട് എന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നു. ആ വന്ന ക്രിസ്തു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തി നമ്മൾ ഇന്ന് പ്രവർത്തിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ലോകത്തിലാണ് എല്ലാം അങ്ങനെ. നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ ഏറ്റവും താഴ്ന്ന നമ്മൾ തുടങ്ങും, നമ്മൾ പെർഫോം ചെയ്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്തും. പക്ഷെ ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾ നേരെ തിരിച്ചാണ്. ക്രിസ്തുവിനെ തരിക വഴി തന്നെ ഫുൾനെസ് ഓൾറെഡി തന്നു കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മളെ ആ ഫുൾനെസ് നടത്തപ്പെടുവാൻ നമ്മളെ പരിശീലിപ്പിക്കപ്പെടുക. ആ ഫുൾനെസ് നമ്മളൂടെ വെളിപ്പെട്ട് വരുവാൻ. അതുകൊണ്ട് യേശു പറഞ്ഞു ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരിക, എന്നിൽ നിന്ന് കുടിക്കുന്തോറും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന പറഞ്ഞത്. അപ്പൊ ആ വന്ന യേശു എന്റെ ഉള്ളിലുണ്ട്. ആ യേശുവിന്റെ നിറവ്, ഓരോ നിറവുകൾ, പല നിറവുകളുണ്ട്. സൗഖ്യത്തിന്റെ നിറവുകളുണ്ട്, സ്നേഹത്തിന്റെ നിറവുകളുണ്ട്, നേച്ചറിന്റെ നിറവുകളുണ്ട്, അഭിഷേകത്തിന്റെ നിറവുകളുണ്ട്, ബ്ലെസ്സിങ്ങിന്റെ നിറവുകൾ. ആ നിറവുകൾ ഓരോന്നും പരിപൂർണതയിൽ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ വെളിപ്പെട്ട് വരിക. ഓരോ മേഖലകളും എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക. ഇതൊന്നും എന്റെ നിങ്ങളുടെ പ്രവൃത്തിയെ ആസ്പദമാക്കിയല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് യേശുവിന്റെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട്, ഒറ്റ കാര്യം കൊണ്ട് എല്ലാം നമുക്ക് ദാനമായി തരുന്നു. അവിടെ തന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. കാരണം ഇത് എന്റെയോ നിങ്ങളുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല പിതാവ് ചെയ്യുന്നത്. അപ്പൊ വി ക്യാൻ ജസ്റ്റ് റിലാക്സ് ഇൻ ദാറ്റ്. ആ ഒരു ഒരൊറ്റ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മുടെ എല്ലാം പരിപൂർണതയാന്ന് പറയുമ്പോഴും നമ്മുടെ എല്ലാം ദൈവവുമായിട്ടുള്ള എക്സ്പീരിയൻസ് പലർക്കും പല വ്യത്യസ്ത തലത്തിലായിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഒരു വളർച്ച വരേണ്ടത്. ഓരോ മേഖലകളും ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള മുഖാമുഖം ഒരു എൻകൗണ്ടർ വന്ന് ആ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയി വന്ന് എൻ്റെ ജീവിത ശൈലിയായി മാറുമ്പോൾ ആ പൂർണ്ണത ഓരോ മേഖലയിലും വെളിപ്പെട്ട് വരും നമ്മുടെ ദൈവം. അപ്പൊ റിയാലിറ്റി ഫസ്റ്റ് റിയാലിറ്റി മനസ്സിലാക്കേണ്ടത്, ഇൻ ജീസസ് യു ആർ ഫുൾ നൗ. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. അതൊരു മൈൻഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. വെളിപ്പെട്ടില്ല, ശരിയാണ്, പക്ഷെ വെളിപ്പെടും. കാരണം പിതാവിന് എപ്പോഴും നമ്മളുമായിട്ട് രണ്ട് റിലേഷൻഷിപ്പാണ്. പ്രസന്റ്, ഞാൻ ഇപ്പൊ ക്രിസ്തുവിൽ, ആ ഒരു റിലേഷൻഷിപ്പും ഹൂ ഐ ആം ബിക്കമിങ്, ഞാൻ ക്രിസ്തുവിൽ ആരാകുന്നു, ആ ഒരു. അപ്പൊ പ്രസന്റ് റിലേഷൻഷിപ്പും ഉണ്ട്, ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പും ഉണ്ട്. ഇത് രണ്ടിലുമാണ് നമ്മുടെ വളർത്തി ദൈവം നമ്മളെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുക വഴി പരിപൂർണതയിലേക്ക് നമ്മൾ വന്നിരിക്കുക. അതിൽ നിന്ന് നടത്തപ്പെടുവാനുള്ള പരിശീലനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഉള്ളിൽ വന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങളും വളരും തോറും നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാനും നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഓരോ മേഖലയിലും അത് വെളിപ്പെടുത്തി കൊണ്ടുവരും. അപ്പോ ഫസ്റ്റ് മൈൻഡ് സെറ്റ് അത് നമുക്ക് ആദ്യം വരേണ്ടത്. ഇൻ ക്രൈസ്റ്റ് ഐ ആം ഫുൾ. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. പിതാവിന്റെ സകല പരിപൂർണതയും ദേഹരൂപമായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു. ആ യേശുവിൽ, ആ ക്രിസ്തുവിൽ ഞാനും നിങ്ങൾ പരിപൂർണരാണ്. ആ ഒരു ഫസ്റ്റ് മൈൻഡ് സെറ്റ്. ഇന്ന് ആ പരിപൂർണത എല്ലാ മേഖലകളും വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ ഒരു ഫുൾനെസ് വന്നിട്ടുണ്ട്. പരിപൂർണമായ ഒരാൾ ഉള്ളിലുണ്ട്. അതിൽ നമ്മൾ ഓരോ ദിവസവും ഡ്രോ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് അതിൻ്റെ അകത്തുനിന്ന് ഓരോ നിറവുകളും എടുത്ത് വിവിധ മേഖലകളിൽ എന്നെ നിങ്ങളെയും പരിശീലിപ്പിച്ച് അതിലേക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു ഫുൾനെസ്, ആ പരിപൂർണതയെ നടത്തപ്പെടുക എന്നുള്ള ആദ്യത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ടാണ് വചനം എഴുതിയിരിക്കുന്ന എഫേസ്യ ലേഖനം 3:20 ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരം ചെയ്യാൻ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തിയാണ് യേശു ക്രിസ്തു, പരിപൂർണ ഒരു ശക്തി. അപ്പൊ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും എന്ന് പറയുമ്പോൾ എന്താണ്? യു തിങ്ക് ഓർ ആസ്ക്, പ്രാർത്ഥിക്കുകയും ചിന്തിക്കുന്ന അപ്പുറം എന്തുവാണ്? ഡ്രീമിങ്, വിഷൻസ്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും വിഷനായിട്ട് വരും, ഡ്രീംസ് നമ്മുടെ ഉള്ളിൽ എത്തിപ്പെടും. കാരണം ദൈവരാജ്യത്തിലെ കാര്യങ്ങളെല്ലാം ലോജിക്കല്ല. ഇറ്റ്സ് ബിയോണ്ട് ലോജിക് ഓർ റീസൺ. ലോകപരമായിട്ട് എല്ലാം ലോജിക്കാണ്, റീസണിങ് ആണ്, എല്ലാം അതാണ്. പക്ഷെ അതിന് ദൈവരാജ്യത്തിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ പരിപൂർണതയിലാണ്, പരിപൂർണതയിലേക്ക് ഒരു നടത്തപ്പെടുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത്
ജെയിംസിന്റെ 2:17. Biju, can you read that? 1 second. James chapter 2 verse 17 is the last part. ഒരു മിനിറ്റ്. ജെയിംസ്. എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സബ്ജക്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ വിചാരിച്ചു. ജെയിംസ് ചാപ്റ്റർ 2 verse 17. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് അതിന്റെ PSC ബൈബിളിൽ എങ്ങനെ ഇരിക്കുന്നത് വായിച്ചത്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാതെ ആയാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയും കൂടെ. അപ്പൊ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഇസ് ഡെഡ് ഇംഗ്ലീഷിൽ പറയുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറയുന്നു. അപ്പൊ രക്ഷിക്കപ്പെടാൻ നമ്മുടെ പ്രവൃത്തിയുണ്ടോ? ഇല്ല. നോ. പിതാവായ ദൈവത്തിന്റെയാണ് മുഴുവൻ പ്രവൃത്തി. ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിലാണ് അത് മുഴുവൻ നമുക്ക് വന്നിരിക്കുന്നത്. അത് മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നു. ഉള്ളിൽ വന്ന പരിപൂർണതയിൽ നടത്തപ്പെടാൻ ഒരു പ്രവൃത്തി വേണം. അത് എങ്ങനെ? ഞാൻ പരിശുദ്ധാത്മാവായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രവൃത്തിയിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുപോകണം. അവിടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. POC ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതാണ് പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജീവമാണ്. അപ്പൊ രക്ഷകന്റെ പ്രവൃത്തി നമുക്ക് പ്രവൃത്തി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ വന്ന രക്ഷ പരിപൂർണമാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് പരിപൂർണത വെളിപ്പെടാൻ ഒരു പ്രവൃത്തി വേണം. അതെന്താണ് പ്രവൃത്തി? കാരണം എല്ലാവർക്കും ഒരു സംശയം വരുന്നൊരു മേഖലയാവുകൊണ്ട് ഞാൻ ഐ ജസ്റ്റ് ഡീൽ വിത്ത് ഇറ്റ്. ഒന്ന് നോക്കാന്ന് വിചാരിച്ചത്. അപ്പോ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തിയും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. കാരണം ഓൾറെഡി പിതാവായ ദൈവവും യേശുവും പ്രവൃത്തി പൂർത്തീകരിച്ച് ആ ഒരു ഫുൾനെസ് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. അതിന് എനിക്കൊരു പ്രവൃത്തിയില്ല. പക്ഷെ ആ പ്രവൃത്തിയുടെ പരിപൂർണത വെളിപ്പെടാൻ എനിക്കൊരു പ്രവൃത്തിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ പ്രവൃത്തി എന്തോ? അവിടെ ഐ ഹാവ് ടു അബൈഡ്, ഐ ഹാവ് ടു സ്റ്റേ, I have to remain and dwell in the presence of God. അപ്പൊ ക്രിസ്തുവിൽ വസിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വന്നു. അത് നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല, ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. യേശുവിന്റെ ഉള്ളിലേക്ക് നമ്മളെ വെച്ചിരിക്കുകയാണ്. ആ പ്രസൻസിനകത്ത്, ആ യേശുവിൽ വസിക്കാൻ എനിക്ക് നിങ്ങൾക്കൊരു പ്രവൃത്തിയുണ്ട്. അവിടെ മനസ്സിലാക്കണ്ടേ. സോ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറയുന്നത്. അപ്പൊ എന്റെ പ്രവൃത്തി എന്തുവാ? ആ പ്രസൻസിൽ, ആ ദൈവത്തിന്റെ പ്രസൻസിൽ യേശുവിൽ വസിക്കുക. ടു അബൈഡ്, ടു റിമെയിൻ ആൻഡ് ഡ്വെൽ. അതിന് എനിക്കൊരു പ്രവൃത്തിയുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ പ്രായോഗിക തലത്തിലൊക്കെ നമ്മൾ കൊണ്ടുവരാൻ എങ്ങനെ പറ്റും? അത് അതിന്റെ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിപ്പിൽ നമുക്കൊന്ന് പോകണം. ക്രിയേഷനില് നമുക്കറിയാം, പിതാവായ ദൈവം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം പ്രവൃത്തികളെല്ലാം ചെയ്തു. ഏറ്റവും അവസാനം എല്ലാം ഫലഭൂഷ്ടമായ ഒരു തോട്ടമുണ്ടാക്കി. അതിൻ്റെ അകത്ത് എല്ലാ സസ്യങ്ങള്, മൃഗങ്ങള്, പറക്കുന്ന പറവകള്, മത്സ്യങ്ങൾ, എല്ലാത്തിനും സൃഷ്ടിച്ച് പെർഫെക്റ്റ് ആക്കി. 6-ാമത്തെ ദിവസമാണ് പിതാവായ ദൈവം ആദത്തിനെ സൃഷ്ടിച്ച് തോട്ടത്തിലേക്ക് തോട്ടം സൂക്ഷിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പൊ 6 ദിവസം പിതാവായ ദൈവം പ്രവർത്തിച്ചു. 7-ാമത്തെ ദിവസം പിതാവായ ദൈവം റെസ്റ്റിലേക്ക് വന്നു, സ്വസ്ഥതയിലേക്ക് വന്നു. അപ്പോ ഒന്നാം ആദത്തിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. 6 ദിവസം പിതാവായ ദൈവം എല്ലാം പ്രവർത്തിച്ചു. 7-ാമത്തെ ദിവസം പിതാവായ ദൈവം റെസ്റ്റിൽ പോയി. 6-ാമത്തെ ദിവസമാണ് ആദത്തെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലേക്ക് ഫുൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആദത്തിനെ കൊണ്ട് വെച്ചത്. ആദത്തിന് പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ നാമകരണം ചെയ്യാൻ ഏൽപ്പിച്ചു. അതല്ലാതെ സൃഷ്ടിപ്പിൽ വേറെ ഒന്നും ആദത്തിന് പങ്കൊന്നുമില്ല. അപ്പൊ ആദത്തിന്റെ 1-ാം ദിവസം എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് റെസ്റ്റ്. നിങ്ങൾ പോയി ഉൽപ്പത്തി 2-ഉം 3-ഉം ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ആദത്തിന്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. അത് തന്നെയാ എനിക്ക് നിങ്ങൾക്കും. ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കഴിഞ്ഞ് എന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച് യേശു ക്രിസ്തു ഉള്ളിലാക്കി ഇന്ന് ഞാനും നിങ്ങളും ആ സ്വസ്ഥതയിലാണ് വന്നിരിക്കുന്നത്. ആ സ്വസ്ഥതയിൽ ഞാനും നിങ്ങളും വസിക്കാൻ എനിക്കൊരു പ്രവൃത്തിയുണ്ട്. We don't do anything to enter into his presence. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് എൻ്റർ ചെയ്യാൻ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പക്ഷെ ആ പ്രസൻസിൽ നിലനിൽക്കാൻ, അവിടുന്ന് മാറിപ്പോകാതെ നിലനിൽക്കാൻ എനിക്ക് നിങ്ങൾക്കൊരു പ്രവൃത്തിയാണ്. അതാണ് ദാറ്റ്സ് കോൾഡ് അബൈഡിങ്, വസിക്കുക, അബൈഡിങ്, ടു റിമെയിൻ,
ടു ഡ്വെൽ ഓർ റിമെയിൻ, അതിനൊരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫെയ്ത്ത് ബൈ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാല് സാഹചര്യങ്ങൾ എപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്താ പറയാ, ആങ്സൈറ്റി കൊണ്ടുവരാം, ഫിയർ കൊണ്ടുവരാം, വറി കൊണ്ടുവരാം. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ആ സാഹചര്യം നമ്മുടെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ റെസ്റ്റിലായിരിക്കുന്നത്, ആ പരിപൂർണമായ യേശു നമ്മുടെ ഉള്ളിലുണ്ട്, പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ പല ഗേറ്റ്സിൽ കൂടെ കയറാം. കണ്ണിൽ കൂടെ കയറാം, ചെവി കൂടെ, നാവിൽ കൂടെ, ഇങ്ങനെ കാഴ്ചയിൽ കൂടെ, ഇത് ഇങ്ങനെല്ലാം ഓരോന്നും ഗേറ്റ്സിൽ കൂടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ ഈ പ്ലേസ്മെന്റ്, എന്നെ ക്രിസ്തുവിൽ എവിടെ ആക്കിയിരിക്കുന്നു അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ എല്ലാ സാഹചര്യത്തിന്റെയും അജണ്ട. കാരണം എന്നാ, എന്നെ ക്രിസ്തുവിന് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് എന്നെ പവർലെസ്സും ഇൻഎഫക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വസിക്കുക, ആ സ്വസ്ഥതയിൽ വസിക്കുക എന്നുള്ളതാണ് എന്റെ പ്രവൃത്തി. അപ്പൊ ഈ പ്രായോഗിക തലത്തിൽ ഈ ആങ്സൈറ്റിയും ഫിയറും വറിയും എല്ലാം വരുമ്പോൾ എന്റെ പ്രവൃത്തി എന്നാ തന്നെ, ഐ ക്യാൻ ജസ്റ്റ് റിജക്ട്. നോ, എനിക്ക് ആങ്സൈറ്റി വേണ്ട, എനിക്ക് ദൈവത്തിന്റെ സ്വസ്ഥത മതി. എനിക്ക് ഫിയർ വേണ്ട, ദൈവത്തിന്റെ സന്തോഷം മതി. എനിക്ക് വറി വേണ്ട, ബിക്കോസ് ഹി ഈസ് ട്രസ്റ്റ് വർത്തി. ദൈവം ട്രസ്റ്റ്ഫുൾ ആണ്. അപ്പോ ആ ചൂസിങ്, അത് എന്തോ തെരഞ്ഞെടുക്കുക എന്നുള്ളതിനകത്ത് എനിക്കൊരു പ്രവൃത്തിയുണ്ട്. അപ്പോ എല്ലാ സാഹചര്യത്തിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, ഭയം കൊണ്ടുവന്ന് എന്നെ ക്രിസ്തുവിന്റെ പുറത്തു കൊണ്ടുവന്നു. അതേസമയം ഈ സാഹചര്യത്തിന്റെ എല്ലാം നടുവിലും ദൈവം പോക്ക് വഴി വെച്ചിട്ടുണ്ട്. ആ പോക്ക് വഴി എന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ഒരു നേച്ചറാണ്, ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. എന്താണ്? അതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന ഓരോന്നും. സ്നേഹം, ദയ, ലവ്, ജോയ്, പീസ്, ഫെയ്ത്ത്ഫുൾ, ഒബീഡിയൻസ്, അങ്ങനെ ഒരു 9 ആത്മാവിന്റെ ഫലം. അപ്പൊ ഈ ഓരോ സാഹചര്യം ഭയം വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞ ഫലം എനിക്കുണ്ട്. ആ സ്നേഹത്തിൽ വസിക്കാൻ എനിക്കൊരു പ്രവൃത്തിയുണ്ട്. ആ സ്നേഹത്തിൽ ഞാൻ വസിച്ച് ആ സ്നേഹത്തിൽ ഞാൻ വർദ്ധിക്കും തോറും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അതിൽ എനിക്കൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഞാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സോ ദർ ഇസ് എ വർക്ക്. വർക്ക് ഈസ് നോട്ട് ടു ഗെറ്റ് സംതിങ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനല്ല, മറിച്ച് ദൈവം തന്നത് റിസീവ് ചെയ്തിട്ട് അതിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി എനിക്കുണ്ട്. അത് പ്രായോഗിക തലത്തിൽ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ സകല നിറവിനോട് ആ പരിപൂർണതയിലേക്ക് ഞാൻ നിങ്ങൾ വളർത്തപ്പെട്ടുകൊണ്ടിരുന്നത്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. അതേസമയം തന്നെ ഇതിനകത്ത് വേറൊരു ഓപ്പോസിറ്റ് ഒരു ഇതുകൂടെ ഉണ്ട്. ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. ഗലേഷ്യ 5:6, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ബൈ ദ ടൈം യു ടേക്ക്. അപ്പൊ എന്റെ ആങ്സൈറ്റി വരുമ്പോഴും ഫിയർ വരുമ്പോഴും വറി വരുമ്പോഴും എന്റെ പ്രവൃത്തി എന്നാ, ഐ ചൂസ് നോട്ട് ടു ഗെറ്റ് ഫിയർഫുൾ. ആങ്ഷ്യസ് ആകാൻ വേണ്ട. ഞാൻ അസമാധാനം വരുമ്പോഴും അതിനെ ഞാൻ തള്ളിയിട്ട് കർത്താവിൽ വസിച്ച കർത്താവിന്റെ സന്തോഷം, കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയാണ് എൻ്റെ ഒരു പ്രവൃത്തി. അത് വിശ്വാസത്തിനോട് ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ്. വിശ്വാസം പ്രവൃത്തിയും കൂടെ ചേർന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനോട് ചേർന്നുള്ള പ്രവൃത്തിയാണ് അത്. ഗലാത്യ 5:6, ഗലേഷ്യൻസ് 5:6. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസ വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. അത് ഷോർട്ട് ഫോം ആയ ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. സ്നേഹം അല്ല, വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. അപ്പൊ ഈ ഒരു ആസ്പെക്ട് നമ്മൾ എടുത്തിട്ട്, അപ്പൊ ദൈനംദിന ജീവിതത്തിൽ എന്റെ പ്രവൃത്തി എന്തുവാ, എവിടെയാണ് മനസ്സിലായി? ഐ ഹാവ് ടു വർക്ക് ടു റെസ്റ്റ് ഇൻ പീസ്, റെസ്റ്റ് ഇൻ ജോയ്, ഇൻ ലവ്, ഇൻ ഗോഡ്. അപ്പൊ ഞാൻ എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതില് നിലനിൽക്കാൻ, എന്നെ ആക്കിയിരിക്കുന്ന സ്വസ്ഥത ആ ക്രിസ്തുവിൽ നിലനിൽക്കാൻ, അവിടെ തന്നെ ഞാൻ നിലനിൽക്കാൻ എനിക്കൊരു ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. അവിടാണ് വളർച്ച വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഓരോ ദിവസവും വിവിധ സാഹചര്യങ്ങൾ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അല്ലെ. പല കാര്യങ്ങൾ വരും. പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന കാര്യം വരും, പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, രാത്രി നമ്മൾ കിടക്കുന്നു, മിഡിൽ ഓഫ് ദ നൈറ്റിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ, ദൂരെ ആയിരിക്കും നമ്മുടെ മക്കളെ ഫോൺ വിളിക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രതികരണം, അയ്യോ എന്തോ വല്ല രോഗമാണോ, അല്ല വല്ല ആക്സിഡന്റ് ആണോ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങ് സ്പെക്കുലേറ്റ് ചെയ്യുക, നമ്മളങ്ങ് ചിന്തിച്ചങ്ങ് കൂട്ടുക. കാരണം എന്താ, ആ ഒരു ഫ്യൂ സെക്കൻഡ് നമ്മൾ ആ സ്വസ്ഥതയിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഇതിനെ നമ്മൾ ഭയം കൊണ്ടുവരുന്നത്. അതേസമയം
ആ സ്വസ്ഥതയിൽ ഞാൻ നിലനിൽക്കുകയാണെങ്കിൽ ഇതിനൊന്നിനും എന്നെ തൊടാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സാഹചര്യത്തിന്റെ പ്രധാന അജണ്ട എന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഭയവും ഭീതിയും ആങ്സൈറ്റിയും കൊണ്ടുവന്ന് ഈ പ്ലേസ്മെന്റിനകത്തുനിന്ന് ക്രിസ്തുവിൽ ആക്കിയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഇതെല്ലാം ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇത് ഡെയിലി പ്രാക്ടീസ് ആണ് ഞാൻ ചെയ്യേണ്ടത്. ഇവിടാണ് എന്റെ വർക്ക് വരുന്നത്. ഡെയിലി ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരു അസമാധാനം വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം യേശു പറയുന്നു, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരും, പക്ഷെ നിങ്ങൾ സന്തോഷിക്കുകയും, കാരണം ഞാൻ എന്റെ സമാധാനം തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ സമാധാന പ്രഭു ആകുന്ന പൂർണ്ണതയുള്ള പരിപൂർണനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അസമാധാനം വരുമ്പോൾ നമ്മള് ഈ സമാധാനത്തിൽ നിലനിൽക്കാതെ അസമാധാനത്തിലേക്ക് പോയി, ആങ്സൈറ്റിയിലേയും പോയി, ഫിയറിലോട്ട് നമ്മൾ പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ ഒരു പ്രശ്നവും ഇല്ലാത്ത ദിവസങ്ങളും ഐ ഹാവ് ടു കീപ് ഓൺ പ്രാക്ടീസിങ് ദിസ് റെസ്റ്റ് ആൻഡ് പീസ്. സ്വസ്ഥതയും സമാധാനവും എൻ്റെ ജീവിതത്തിൽ വളരുവാൻ, എല്ലാ മേഖലകളും, എൻ്റെ ചിന്തകളിന്മേൽ, എൻ്റെ വികാര വിചാരന്മേൽ വളരുവാൻ ഞാൻ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ലൈഫ് ലോങ്. അതാണൊരു വളർച്ച, അതിനാണൊരു പ്രവൃത്തി, ഇതിൽ നിലനിൽക്കാൻ. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്തോ? ക്രിസ്തുവിൽ വേരൂന്നി വളരുവാൻ, ആ പൂർണ്ണതയിലേക്ക് ഒരു വളർച്ച വരുവാൻ എനിക്കൊരു പ്രവൃത്തിയുണ്ട്. അത് എന്റെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥയോട് ചേർന്നൊരു പ്രവൃത്തി. ഇതൊരു ഡെയിലി പ്രാക്ടീസ് ആകണം ഞാനും നിങ്ങളും. കാരണം എന്നാ, എവറി ഡേ ഇസ് എ ചലഞ്ച്. എനിക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ചലഞ്ച് ഉണ്ട്. സാഹചര്യം കൊണ്ടുവരും. അപ്പൊ അവിടെ ഒരു വലിയൊരു തത്വം, ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കണം. വി ആർ നോട്ട് ചലഞ്ച് by any situations. We are not challenged by the enemy. We are not challenged by oppositional people. No. സാഹചര്യങ്ങളല്ല എന്നെ ചലഞ്ച് ചെയ്യുന്നത്. ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നെ ചലഞ്ച് ചെയ്യുന്നത്. എനിമി അല്ല എന്നെ ചലഞ്ച് ചെയ്യുന്നത്. But you are only challenged by the goodness of God. ദൈവത്തിന്റെ ആ നന്മയിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. അവിടാണ് നിലനിൽക്കുന്നത്. അവിടാണ് നമുക്ക് മനസ്സിലാകേണ്ടത്, ഏത് സാഹചര്യത്തിനും നടുവിലും ഈ ദൈവം ആര്, ഹൂ ഗോഡ് ഈസ്, ഈ ദൈവം ആര്, ഈ ദൈവം എനിക്ക് ആരെന്നുള്ള ആ അടിസ്ഥാനത്തിലേക്ക് വരണം. ആ അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറയ്ക്കണം, ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രനും പ്രിയ പുത്രിയുമാണ്. എൻ്റെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല ദൈവം ഇത് ചെയ്തേക്കുന്നത്. കാരണം പുതിയൊരു ഉടമ്പടിയിലേക്ക് പിതാവായ ദൈവവും യേശുവും കൂടെ ഉടമ്പടിക്കകത്ത് എന്നെ കൊണ്ടുവന്ന പിതാവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയുക. ആ സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ, ആ സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോൾ, ആ സ്നേഹത്തിന് ഒരുപാട് വളർച്ചയുണ്ട്. സ്നേഹത്തിന് നീളം എന്നൊരു ഡയമെൻഷൻ ഉണ്ട്, സ്നേഹത്തിന് വീതി എന്നൊരു ഡയമെൻഷൻ ഉണ്ട്, സ്നേഹത്തിന് ഉയരം എന്നൊരു ഡയമെൻഷൻ ഉണ്ട്, സ്നേഹത്തിന് ഡെപ്ത്, ആഴങ്ങൾ എന്നൊരു ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ 4 ഡയമെൻഷനിലായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെ ഓരോ സാഹചര്യത്തെ കൂടെ ദൈവം ഓരോ ഡയമെൻഷനും എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി തരും. അപ്പൊ സ്നേഹമെന്ന ഒരു ഫലം ദൈവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ വിവിധ മുഖങ്ങളുണ്ട്. ഞാൻ പറയാം, ലെങ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ബ്രെത്ത് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. ഇതെല്ലാം ഒരു സാഹചര്യത്തിൽ കൂടെ ദൈവം ചെയ്യത്തില്ല. വിവിധ സാഹചര്യത്തിൽ കൂടെ ഇത് ഓരോ ഡയമെൻഷനും വെളിപ്പെടുത്തി തരുമ്പോൾ ആ നിറവിനോളം ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളം അതിലേക്കായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും, നീളം എന്ന് പറയുമ്പോ സ്വർഗത്തിനോളം എത്തുന്ന നീളമാണ്. അങ്ങ് ലെങ്തോ ബ്രെത്തോ വീതിയോ, ഇറ്റ്സ് ബിയോണ്ട് ആൻഡ് അബവ് യു ക്യാൻ തിങ്ക് ഓർ ആസ്ക്. നമുക്ക് ചോദിക്കുന്നത് നിരക്കുന്നത് അത്യന്തം അപ്പുറമായത്. ഡെപ്തോ ഏറ്റവും താഴെ. ഇതാണ് സങ്കീർത്തനക്കാരൻ, ഞാൻ ഉയരങ്ങളിലേക്ക് എത്തി അവിടെയും അങ്ങുണ്ട്, പാതാളത്തിൽ പോയി അവിടെയും ഉണ്ട്, കടലിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ അവിടെയും പിതാവുണ്ട്. അപ്പൊ സ്നേഹത്തിന് ഒരു മേഖലയിൽ നമ്മളെ വിട്ടുമാറുന്നില്ല. ഇറ്റ്സ് ഫുൾ എവ്രിവെയർ. ആ നിറവിലോളം ഞാനും നിങ്ങളും വരുന്തോറും ഓരോ നിറവിലേക്കും ഒരു പരിപൂർണതയിലേക്ക് ഒരു വളർത്തപ്പെടുകയാണ് ഓരോ സാഹചര്യത്തെ കൂടെ എന്നെ കൊണ്ടിരുന്നത്. അതാണ് ഒരു പ്രവൃത്തി വരുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്തുവാ? എന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോട് കൂടെ പാർട്ട്ണർഷിപ്പിൽ വന്ന് ആ സ്വസ്ഥതയിൽ യേശുവിൽ വസിക്കുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിനും നടുവിലും എന്നെ ദൈവമാക്കിയിരിക്കുന്നിടത്ത് ക്രിസ്തുവിൽ വേരൂന്നി നിലനിൽക്കാനാണ് എന്റെ പ്രവൃത്തി വരുന്നത്. അതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ നേച്ചറിൽ വെളിപ്പെടുമ്പോൾ
ആ പർട്ടിക്കുലർ നേച്ചർ ഞാൻ വളരും തോറും എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് ഈ പരിപൂർണതയിലേക്ക് ഞാനും നിങ്ങളും നടത്തപ്പെടുക. സോ അങ്ങനെ വരുമ്പോൾ യു നീഡ് ടു പ്രാക്ടീസ്. അപ്പൊ ഈ പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ് വേണം എനിക്ക് നിങ്ങൾക്ക്. ഒരു അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും വെയിറ്റ് ചെയ്യരുത്. അവിടാണ് ഒരു വളർച്ച എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. ഏത് സമയത്തും സജ്ജമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ആ സമാധാനം വളർന്ന്, ആ സമാധാന പ്രഭുവിന്റെ സമാധാനം എന്റെ നിങ്ങളെ വളർന്ന് അത് എന്റെ ഫസ്റ്റ് നേച്ചറായി മാറണം. അവിടാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ തഴക്കവും പഴക്കവും വരണം. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കുന്നു, ചെവി കൂടെ കേൾക്കുന്നു, അതോ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എന്താ പറ്റും? ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ഇന്ദ്രിയത്തിന്മേൽ അത് കൺട്രോൾ ചെയ്താൽ, ഒരു ബാഡ് ന്യൂസ് വന്നാൽ ആദ്യം നമ്മൾ ചെയ്തു കണ്ണീർ നിന്ന് വെള്ളം വരും, മൂക്കിൽ നിന്ന് വെള്ളം വരും, നമ്മൾ കരയാൻ തുടങ്ങും, അല്ലേ? അതേസമയം ഇത് ബാഡ് ന്യൂസ് വന്നാലും വന്നില്ലേലും ആ ഒരു സ്വസ്ഥത, സമാധാനം, റെസ്റ്റും പീസും സമാധാനവും സ്വസ്ഥത എൻ്റെ ഉള്ളിൽ നിന്ന് ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്ത് പരിപൂർണതയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ഇന്ദ്രിയത്തിന്മേൽ എനിക്ക് കൺട്രോൾ കിട്ടും, പക്വതയിലേക്ക് വരും. എൻ്റെ കണ്ണിനൊരു പക്വത വരും. കാണുന്നതല്ല ഞാൻ, ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല ഞാൻ കാണുന്നത്, എൻ്റെ ആത്മീയ കണ്ണുകൊണ്ട് കാണുന്നതാണ് യഥാർത്ഥം, മറ്റേതെല്ലാം നശ്വരമാണ്. അതാ പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വലിയ വെളിപ്പാട് കാണിക്കുന്നത്. കാണുന്നതോ നശ്വരമാണ്, കാണാത്തതോ നിത്യതയാണ്. അവിടെ ആ ഒരു വെളിപ്പാടിൽ അപ്പോ കണ്ണിനൊരു തഴക്കം വരും, കേൾവിക്കൊരു തഴക്കവും പഴക്കവും വരും, എന്റെ സംസാരത്തിന് തഴക്കവും പഴക്കവും വരും, എന്റെ സ്പർശനത്തിന് തഴക്കവും പഴക്കവും വരുമ്പോൾ ഇങ്ങനെയുള്ള ബാഡ് ന്യൂസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി 2-3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥതയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നത്, വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, പക്ഷെ പ്രായോഗിക തലത്തിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ നേച്ചറായി മാറി വരാത്തടത്തോളം കാലം പരിപൂർണതയിലേക്ക് നടത്തപ്പെടാത്തടത്തോളം കാലം ഏത് അസമാധാനം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ നമ്മൾ പെട്ടെന്ന് അയ്യോ, കാരണം നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തോ, അയ്യോ ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ. സാധാരണ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ്. കാരണം എന്നാ? ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതേ വായ പ്രസ്താവിക്കൂ. അതാണ് അറിഞ്ഞിരിക്കുന്നത്. അതേസമയം എന്തിന്റെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന ആൾ ക്രിസ്തുവിനെ ജയോത്സവമായി നടത്തുന്നു. ആ ഒരു പരിപൂർണതയെ, ആ സമാധാനത്തിലും ആ സ്വസ്ഥതയിലും വസിക്കുന്ന ഒരാൾക്കേ അത് പറയാൻ പറ്റുള്ളൂ. അത് ഒരു നടത്തമാണ്, അതൊരു പ്രാക്ടീസാണ്. എപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിൽക്കണം. സമാധാനവും സ്വസ്ഥതയും ഞാൻ പ്രാക്ടീസ് ചെയ്യണം. കാരണം ക്രിസ്തുവിലെ ആ ജീവിതം ഫസ്റ്റ് ഡേ തന്നെ സ്വസ്ഥതയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിന്റെ 1ാമത്തെ ദിവസവും സ്വസ്ഥതയായിരുന്നു. അതിനൊരു മാറ്റവും ദൈവരാജ്യത്തിൽ വന്നിട്ടില്ല. ഞാനും നിങ്ങളും സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുക. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു, ക്രിസ്തുവിനകത്ത് നമ്മളെ വെച്ചിരിക്കുക വഴി സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുക. പക്ഷെ ആ സ്വസ്ഥത, ആ സമാധാനം എൻ്റെ ഫസ്റ്റ് നേച്ചറായി മാറണം. അപ്പോ എൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് നേച്ചറായി മാറണമെന്നുണ്ടെങ്കിൽ വിവിധ അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, എക്സ്റ്റേണൽ പ്രഷർ ഈസ് വൈറ്റൽ ഫോർ ഇന്റേണൽ ഗ്രോത്ത്. പുറമേ ഉള്ള അസമാധാനം സാഹചര്യങ്ങൾ എൻ്റെ അകമേ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താനും ബലപ്പെടുത്താനുമേ പറ്റുള്ളൂ. സോ God allows in his wisdom, which he can easily prevent by his power. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കും, ദൈവത്തിന്റെ ശക്തിയാൽ എടുത്തു മാറ്റാവുന്നത്. പക്ഷെ ഇത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ അകമേ മനുഷ്യനെ ബലപ്പെട്ട് യേശുവിന്റെ നിറവിനോളം ആ ഫുൾനെസ്സിലേക്ക് വെളിപ്പെട്ട് വരാനാണ്. അകമേ മനുഷ്യൻ സ്ട്രോങ് ആയാൽ ഏത് സാഹചര്യത്തെയും എൻ്റെ ഈ കണ്ണുകൊണ്ടല്ല ഞാൻ കാണുന്നത്, ഫസ്റ്റ് എൻ്റെ അകമേ മനുഷ്യൻ, യേശു വസിക്കുന്ന സ്ഥലം, മഹത്വത്തിന്റെ പ്രത്യാശ ഇരിക്കുന്ന നിങ്ങളുടെ അകമേ മനുഷ്യൻ. സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യം നമ്മുടെ ഔട്ടർ മാൻ ഓഫ് ദ സോൾ ആണ്. നമ്മുടെ പഴയ ആ മനസ്സുകൊണ്ട് ചിന്തിച്ച് വികാരങ്ങൾ കൂടെ നമ്മൾ കയറിയാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അതേസമയം ഇത് വളർച്ചയിലേക്ക് വരുമ്പോൾ, ആ പരിപൂർണതയിലേക്ക് വരുമ്പോൾ ഏത് സാഹചര്യത്തെയും അകമേ മനുഷ്യൻ അകക്കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങും. കണ്ട് ആ സാഹചര്യത്തിന്മേൽ ദൈവം എന്തു ചെയ്യുന്നോ ആ ഒരു സ്വസ്ഥതയിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ
ആ സാഹചര്യത്തിന് നടുവിൽ ദൈവം എന്താണ്, ദൈവം ആരാണ് എനിക്ക് എന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷെ ഇതൊരു ട്രെയിനിങ് ആണ് മക്കളെ. ഇറ്റ്സ് എ റിലേഷണൽ ലേണിംഗ്. ഒരു പഠിപ്പീരാണ്. അത് റിലേഷൻ വൈസ് ആണ്, ബന്ധത്തിലുള്ള പഠിപ്പീരാണ് ദൈവത്തിന്. ആ ബന്ധത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുമായിട്ട് ഞാനും നിങ്ങളും പാർട്ട്ണർഷിപ്പ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പഠിച്ച് പോകും. ഇവിടാണ് എൻ്റെ പ്രവൃത്തി ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മളെല്ലാം നമുക്കറിയാം, പല ജിമ്മിൽ പോകുന്നവരൊക്കെ ഉണ്ട്. ഓരോ ദിവസം പോയി ജിമ്മിൽ പോയി നമ്മൾ വെയിറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്താ പറ്റും, നമ്മുടെ മസിൽസ് ആദ്യത്തെ 1-2 ദിവസം അല്ലെ ഒരാഴ്ച നമുക്ക് മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്യുമ്പോൾ വേദന വരും. പക്ഷെ ക്രമേണ ആ മസിൽസ് സ്ട്രെച്ച് ചെയ്ത് അതിന്റെ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ആ മസിൽസ് കുറച്ചുകൂടെ വലുതായി വരുന്നു. സോ പ്രാക്ടീസ് മേക്സ് തിങ്സ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞ പോലെ. ഉദാഹരണം കുറച്ചുകൂടെ പറഞ്ഞാൽ, ഡോക്ടർമാര് പ്രാക്ടീസ് ചെയ്യും, ലോയേഴ്സ് പ്രാക്ടീസ് ചെയ്യും, നേഴ്സസ് പ്രാക്ടീസ് ചെയ്യും. ബൈ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിലും ഞാനും നിങ്ങളും ഇതൊരു ദൈനംദിന ശീലമാക്കി കൊണ്ടുവരണം. ഒരു സാഹചര്യം ഇല്ലാത്ത, ഒരു അസ്വസ്ഥതയും ഇല്ലാത്ത സമയത്തും ഞാനും നിങ്ങളും അസ്വസ്ഥതയിലേക്ക്, ദൈവിക സ്വസ്ഥതയിലേക്ക്, ദൈവിക സമാധാനത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എന്തിനാണെന്നറിയാം? യു ആർ പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ഫോർ എൻ ഇവന്റ്. അപ്പോ സ്വസ്ഥതയിൽ പ്രവേശിക്കുക ഒരു ഈവന്റ് അല്ല, ഒരു മലയാളത്തിൽ അത് എങ്ങനെ പറയണത്, ഒരു ഈവന്റ് ആയിട്ടല്ല ഞാൻ എടുക്കുന്നത്. മറിച്ച് അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വരുമ്പോൾ, അസമാധാനം വരുന്ന സമയത്ത് തന്നെ എനിക്ക് ആ സ്വസ്ഥത എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പൊ ഒന്നും മേളിന്നല്ല, സമാധാനം മേളിന്നല്ല എനിക്ക് വരാൻ പോകുന്നത്. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, പരിപൂർണമായ ക്രിസ്തു എന്റെ നിങ്ങളുടെ ഉള്ളിരിക്കുക, സമാധാന പ്രഭു എൻ്റെ ഉള്ളിൽ വന്നിരിക്കുക. ആ സമാധാന പ്രഭുവിന്റെ സമാധാനം എന്റെ സമാധാനമായി പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് സമാധാനം എൻ്റെ മനസ്സിലേക്ക് വന്ന് എന്നെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ ജഡത്തിലേക്ക് വെളിപ്പെട്ട് സ്വസ്ഥതയായിട്ട് ഞാൻ നിലനിൽക്കാൻ പോകും. ഇതിനൊരു ട്രെയിനിങ് വേണം. അത് ഡെയിലി പ്രാക്ടീസാണ്. അവിടാണ് ദൈവത്തിൽ പൂർണ്ണമാണ്, പക്ഷെ എന്നെ നിങ്ങളിൽ പൂർണ്ണതയിൽ ഒരു നടത്തം. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്നെസ്. ഇൻ ഗോഡ് ഈസ് ഓൾ കംപ്ലീറ്റ്. പക്ഷെ ദൈവത്തിൽ കംപ്ലീറ്റ് ആണ്, പരിപൂർണതയാണ്. നമ്മുടെ ഉള്ളിൽ പരിപൂർണത വന്നിട്ടുണ്ടെങ്കിലും അതിലൊരു ഡെയിലി നടത്തം, ആ പരിപൂർണതയിലേക്ക് ഒരു നടത്തം. അതാണ് വർക്ക്സ്. അതെങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലൂടെ കോപ്പറേറ്റ് ചെയ്ത് ഞാനും നിങ്ങൾ ഡെയിലി അതിലേക്ക് ഒരു വളർച്ചയിലേക്ക് ഞാനും നിങ്ങളും വരണം. അതിനാണ് ഡെയിലി ഞാനും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ദൈവം ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. സാഹചര്യത്തെ ദൈവം എടുത്തു മാറ്റത്തില്ല. ഒരു പ്രതികൂല സാഹചര്യം എന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? ഇമ്മീഡിയറ്റ്ലി അയ്യോ എന്ത് ചെയ്യും? അതേസമയം ഈ സാഹചര്യം വരുന്നതിന് മുമ്പേ ഞാനും നിങ്ങളും ആ സമാധാനവും സ്വസ്ഥതയും പ്രാക്ടീസ് ചെയ്ത് അത് എൻ്റെ ഉള്ളിൽ എൻ്റെ നേച്ചറായി മാറുമ്പോൾ, അസമാധാനമുള്ള സാഹചര്യം എന്റെ മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾ സാഹചര്യത്തെയല്ല നോക്കുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ ഉള്ളിൽ നിന്ന് അകത്തെ മനുഷ്യൻ നിങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അസമാധാനം കൊണ്ടുവന്ന സാഹചര്യം എന്നെ ക്രിസ്തുവിന് പുറത്താക്കാനാണ് അതിന്റെ അജണ്ട. പക്ഷെ ദൈവം അതേ സാഹചര്യത്തെ എടുത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് ഉയർന്നു വരുമ്പോൾ നിങ്ങൾ അതേ സാഹചര്യത്തെ എടുത്ത് ഉപയോഗിച്ച് നിങ്ങൾ വളരാൻ ദൈവം ഉപകരിക്കും. ഓരോ സാഹചര്യത്തിലും ദൈവത്തിനൊരു വലിയ പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയത്തിനും ഇറ്റ്സ് an opportunity for us to grow into the fullness of God. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യം നിങ്ങൾ എടുത്തു നോക്കിയോ, അതിനകത്തെല്ലാം there is a hidden opportunity for you to grow in the spirit man, in the inner man. നിങ്ങളുടെ അകമേ മനുഷ്യൻ പുഷ്ടിപ്പെടാനും ബലപ്പെടാനും ഓരോ സാഹചര്യം, ഓരോ ഓപ്പർച്യൂണിറ്റി, ഓരോ ഡോറും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിന് നടുവിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആത്മീയ പക്വത എന്ന് പറയുന്നത് ആ ഡോറിനെ, ആ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ പരിശീലനം എടുത്ത് ആ പരിശീലനം വരുന്തോറും നിങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെ മേലും ജയമെടുത്ത് നിങ്ങൾ മുന്നേ പോവുക. ഒരു ഉദാഹരണത്തിന് വേണേൽ പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊന്നും ഈ കൂന്താലി എടുത്ത് കിളച്ചുള്ള വലിയ ശീലമൊന്നുമില്ല. അപ്പോൾ 1-2 ദിവസം ആദ്യമായിട്ട് നമ്മൾ പോയി കൂന്താലി എടുത്ത് കിളച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2-3 ദിവസം എന്ത് സംഭവിക്കുക? നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കൊമളിച്ച് വരും, ഇല്ലേ? കൊമളിച്ച് വന്ന്
ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതേസമയം സ്ഥിരം ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളെ കൈ പിടിച്ച് നോക്കിക്കുക എന്തായിരിക്കും അവിടെ? തഴമ്പുണ്ട്. തെങ്ങ് കയറ്റക്കാരന്റെ കാല് നിങ്ങൾ നോക്കിയ, കൈ നിങ്ങൾ നോക്കിക്കുക, എന്നാ തഴമ്പ. കാരണം അതയാളുടെ സ്ഥിരം ജോലിയാണ്. ദിവസവും അത് പ്രാക്ടീസ് ചെയ്ത് പുള്ളിക്ക് നല്ല തഴമ്പ. അതേസമയം എന്ന് പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിനും നടുവിലും അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യമായിക്കോട്ടെ, അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യമായിക്കോട്ടെ, നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും നിങ്ങൾ വർദ്ധിക്കുമാർ നിങ്ങൾ ദിവസവും ഇല്ലാത്തപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, ഒരു സ്റ്റേജ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ തഴക്കവും പഴക്കവും വരുമ്പോൾ നിങ്ങൾ അനങ്ങുകയില്ല, നിങ്ങൾ കുലുങ്ങുകയില്ല. കാരണം നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ കാണുന്നത് യേശുവിന്റെ കണ്ണിക്കൂടെ നിങ്ങൾ കാണാൻ തുടങ്ങും. നിത്യതയെ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ സാഹചര്യത്തിന് നടുവിലും ദൈവം കാണുന്നത്, ആത്മാവിൽ ദൈവം കാണുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ, അതാണ് ഞാൻ 3-4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എലിജായും ഭൃത്യന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ഈ സാഹചര്യത്തെ അതവിടെ കൊണ്ടുവരിക. എലിജായും ഭൃത്യനും ഒരു ദേശത്ത് അവരൊരു വീട്ടിൽ പാർക്കുന്നു. രാവിലെ ഭൃത്യൻ കതവ് തുറന്ന് നോക്കുമ്പോൾ ഒരു വലിയ പറ്റം സൈന്യം വന്ന് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ പിടിക്കാൻ വന്നതാണ്. അപ്പൊ ഭൃത്യൻ ഇത് കണ്ട് പേടിച്ചു. കാരണം ഭൃത്യൻ കാണുന്നത് ഒരു കൂട്ടം സൈന്യം വീട് ചുറ്റി വളഞ്ഞിങ്ങി നിൽക്കുക, അവരെ ബന്ധസ്ഥനാക്കി തിരിച്ചു കൊണ്ടുപോകാൻ. ഭൃത്യൻ ഓടി അകത്ത് കയറി വന്ന് എലിജയോട് പറയും, എലിജ, യജമാനനെ, നമ്മൾ തീർന്നു, നമ്മൾ ശത്രു സൈന്യത്താൽ നമ്മൾ ചുറ്റപ്പെട്ട് നമ്മളെ അവർ പിടിക്കും. ഒന്ന് നോക്കണം. സെയിം സാഹചര്യം ഭൃത്യൻ കണ്ടത് ഇതാണ്, നാച്ചുറൽ കണ്ണുകൊണ്ട് കണ്ടു. അതേസമയം എലിജ വെളിയിലോട്ട് ഇറങ്ങി വന്ന് ഈ സാഹചര്യത്തെ കാണുമ്പോൾ ഈ ശത്രു സൈന്യത്തെ അല്ല എലിജ കാണുന്നത്, പർവ്വതത്തിന് ചുറ്റും ഇവരുടെ 4 ഇരട്ടി ദൂതസന്നാഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പൊ എലിജ കണ്ടത് സെയിം സാഹചര്യം, 2 വ്യക്തികൾ 2 വിധത്തിൽ കാണും. ദൈവത്തിന്റെ പ്രസൻസിൽ നിറഞ്ഞ പ്രവാചകൻ കാണുന്നത് എന്തുവാണ്? ശത്രു സൈന്യത്തെയല്ല കാണുന്നത്, അതിനേക്കാൾ ഇരട്ടി 4 ഇരട്ടി ദൈവത്തിന്റെ സൈന്യം പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ എലിജ പറയും, ഭൃത്യനോട് പറയും, ഇതൊന്നും അല്ല, നമ്മുടെ കൂടെ ഉള്ളവർ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. എന്നിട്ട് എലിജ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഭൃത്യന്റെ കണ്ണൊന്ന് തുറന്ന് ഇതൊന്ന് കാണാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ ഭൃത്യന്റെ കണ്ണ് തുറങ്ങുമ്പോൾ ആ സാഹചര്യത്തെ വേറെ ആത്മീയ കണ്ണുകൊണ്ട് അവൻ കണ്ടപ്പോൾ, ഓ ശരിയാണ്, ശത്രു സൈന്യം ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിന്റെ 4 ഇരട്ടി ദൈവത്തിന്റെ ഒരു ആർമി തന്നെ ചുറ്റപ്പെട്ട് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതാണ്. ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതത്തിൽ ഇതേ പ്രിൻസിപ്പിൾ എനിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കണ്ണുകൊണ്ടല്ല ഞാൻ കാണുന്നത്, വിശ്വാസത്താലാണ്, വിശ്വാസ കണ്ണുകൊണ്ടാണ്. അപ്പോൾ സാഹചര്യത്തിന് നടുവിലും നിങ്ങൾ തന്നെയല്ല. ഇന്നലെ ഞാനിത് പറഞ്ഞതാണ്, നിങ്ങളുടെ ഉള്ളിൽ പിതാവുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പുത്രനുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പിതാവാര സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സകലത്തിന്മേൽ ജയോത്സവം എടുത്ത യേശു നിങ്ങളുടെ ഉണ്ട്. സകലത്തിന്മേലും നമ്മളെ ജയത്തിന്റെ ഉത്സവത്തോട് നടത്തുന്ന പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥലം നിങ്ങളുടെ ഉള്ളിലുണ്ട്. തൃത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവര് ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. തുണയായി നിൽക്കുന്ന തൃത്വം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനാ ഉള്ളിലിരിക്കുന്നത്? ആ 3 വ്യക്തികൾ, ആ തൃത്വത്തിന്റെ എന്തുമാത്രം ഒരു ഐക്യതയുണ്ട്, ഒരു വണ്ണസ് ഉണ്ട്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, ഈ 2 പേരെയും പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നു. 3 വ്യക്തികളാണ്, 3 പേർക്ക് ഈക്വൽ പവറാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ണസ് ഉണ്ട്, ഒരുമനയുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളെ വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ സാഹചര്യത്തിന്റെ നടുവിൽ നിങ്ങൾ തന്നെയല്ല ദൈവമക്കളെ, നിങ്ങളുടെ കൂടെ ഈ 3 വ്യക്തികളുമുണ്ട്. എന്തിന്? അവരുടെ നിറവിനോളം, ആ തികവിനോളം പിതാവിന്റെ നിറവ് പുത്രനിൽ വരുന്നു. ആ പുത്രന്റെ നിറവിൽ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. ഓരോ സാഹചര്യത്തിനും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ പിതാവിന്റെ നിറവ്, പുത്രനിൽ വന്ന നിറവ് എടുത്ത് നിങ്ങളെ വെളിപ്പെടുത്തി തന്ന് ആ നിറവിനോളം ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനോട് പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ അത് എന്നിലൂടെ വെളിപ്പെടാൻ ഒരു പ്രവൃത്തിയുണ്ട്. അത് സാഹചര്യം വരുന്ന സമയത്തല്ല, അല്ലാത്ത സമയത്തും ദൈനംദിനമായിട്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ സമാധാനം, സ്വസ്ഥതയും സന്തോഷവും വിശ്വാസവും സെൽഫ് കൺട്രോൾ, ഇത് ഓരോന്നും ഞാൻ പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ ദൈവം ഓരോ സീസണിൽ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ
ഓരോ ഫലം, ആത്മാവിന്റെ ഫലം എടുത്ത് പക്വതയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ട്രെയിനിങ് തരും. ആൻഡ് ദിസ് ഇസ് കോൾഡ് റിലേഷണൽ ലേണിംഗ്. ബന്ധത്തിലുള്ള ഒരു പഠിപ്പീരാണ്. എങ്ങനെ പരിശുദ്ധാത്മ, പിതാവ് പുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ ബന്ധത്തിനകത്തേക്ക് കയറ്റി ഓരോ സാഹചര്യത്തിനും ഓരോ നിറവുണ്ട്, ഓരോ പരിപൂർണതയുണ്ട്. അതിൽ എന്നിലൂടെ വെളിപ്പെട്ട് വരും. അപ്പൊ എന്നിലൂടെ വെളിപ്പെട്ട് വരുന്നത്. പക്ഷെ ഞാനല്ല പ്രവർത്തിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ആ പ്രവൃത്തിയുടെ ഞാനും കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ എന്നിലൂടാണ് വെളിപ്പെടുന്നത്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ലോകത്തിലായി നിങ്ങൾ നിൽക്കുന്നതിലും നിങ്ങൾ ലോകത്തിന്റെ വക്താക്കളല്ല, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരാണ്. അപ്പൊ നിങ്ങളിലൂടാണ് ദൈവത്തിന്റെ സകല പൂർണ്ണതയും വെളിപ്പെട്ട് വരുന്നത്. അവിടെ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഓരോ സാഹചര്യത്തെയും എങ്ങനെ ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്നു, ആ അഭിമുഖീകരിക്കുന്ന വഴി ആ നിറവ്, ദൈവത്തിന്റെ ഓരോ നിറവും എന്നിലൂടെ വെളിപ്പെട്ട് വരുന്തോറും നമ്മൾ ആ പരിപൂർണതയിലേക്ക് ഒരു നടത്തപ്പെട്ട്. സോ യു ആർ കംപ്ലീറ്റ്. യേശു ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. അവിടുന്നാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ പരിപൂർണത ഗോഡ് ഗിവ്സ് എവറിത്തിങ് അപ് ഫ്രണ്ട്. രക്ഷാകരണ പദ്ധതിയിലെല്ലാം നമുക്ക് മുന്നേ തന്നു, ക്രിസ്തുവിൽ മുഴുവൻ തന്നു. ഇത് എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി എന്താ? അതിനോട് പാർട്ട്ണർഷിപ്പ്, അതിനോട് യോജിച്ച് നിന്ന് എന്നിലൂടെ ഇത് ഓരോ നിറവും വെളിപ്പെട്ട് വരുവാൻ ഓരോ സാഹചര്യം നമ്മളെ ഉപകരിക്കും. അതിനുവേണ്ടിയാണ് ഓരോ സാഹചര്യം. ഓരോ സാഹചര്യത്തിനും നടുവിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു ഡോറുണ്ട്. എന്തോ ടു ആത്മീയ മനുഷ്യൻ ബലപ്പെടാനും പക്വത വരാനും. ഇതുകൊണ്ടാണ് ജെയിംസ് അപ്പോസ്തലന് 1-ാം അധ്യായം 2-ാം വാക്യം. Can you read that James chapter 1 verse 2? എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. കണ്ടോ? അപ്പോ വിവിധ ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തുവാന്ന് മനസ്സിലാക്കണം. നിങ്ങളെ തകർക്കാനോ തളർത്താനോ അല്ല, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്, ഈ ദൈവം ആരെന്നും ഈ ദൈവം എനിക്ക് ആരെന്നും ഉള്ള ആ വിശ്വാസം ഉണ്ടല്ലോ, ആ ഉറപ്പുണ്ടല്ലോ. ആ വിശ്വാസം എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. ദൈവസ്നേഹത്തിൽ ഞാൻ നിറയുമ്പോൾ ഈ ദൈവം ആര്, ഈ ദൈവം എനിക്ക് ആര്, ആ വെളിപ്പാടിൽ ഞാൻ നിറയുന്തോറും ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്, സ്നേഹത്താൽ വിശ്വാസം വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. അപ്പോ ആ ദൈവിക സ്നേഹത്തിൽ ദൈവം എന്നെ കൈവിടത്തില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ പല മുഖങ്ങൾ എന്നിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിൽ വിശ്വാസം വർദ്ധിച്ചു വരും. ആ വിശ്വാസത്തിനെ പരിശോധിക്കണം. എന്തിനാ? എന്നിൽ ഉറപ്പിക്കണം, എന്നിൽ വേരൂന്നണം. ഞാൻ ഏത് സാഹചര്യത്തിന്റെ നടുവിലും ക്രിസ്തുവിന് പുറത്ത് വരാതെ എന്നിൽ ഉറപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ വിശ്വാസത്തിന് ഒരു പരിശോധനയാണ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടെ. എന്തിന്? നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികവുള്ളവരും പക്വതയുമാർന്ന് യേശുവിന്റെ തികവോളം പുറത്തു വരാനാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് മക്കളെ. അപ്പൊ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരും വഴി നിങ്ങൾ കംപ്ലീറ്റ് ആണ്, പരിപൂർണരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആ വെളിപ്പെടുന്നത് ഓരോ സാഹചര്യത്തിൽ കൂടെ, ഓരോ പരിപൂർണതയും നിറവിൽ നമ്മൾ തികഞ്ഞു വരുന്തോറും എന്നിലൂടെ ഞാൻ പരിശുദ്ധാത്മാവിനൂടെ കൂട്ടുവേലക്കാരായി ചെയ്യും തോറും എന്നിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ലോകം കാണും. ലോകം ഇന്ന് വെയിറ്റ് ചെയ്യുക, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി നോക്കി നിൽക്കുക. നിങ്ങളെ ദൈവം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ഭൂമിയെ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പരിപൂർണതയിലേക്ക് ഒരു വെളിപ്പാട് വന്നു. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. മക്കളാണ്, പ്രിയപുത്രന്മാരും പ്രിയപുത്രിമാരുമാണ്. അവകാശത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ആ അവകാശത്തില് എന്റെ സ്വയം മാറണം. ആ അവകാശത്തിലേക്ക് എനിക്കൊരു പ്രവേശിക്കണം. ആ അവകാശത്തിന്റെ പൂർണ്ണത ഞാൻ ഈ ജീവിതത്തിൽ ഇവിടെ വെച്ച് അനുഭവിക്കണം. അതൊരു വളർച്ചയുണ്ട്. ക്രിസ്തു വരിക വഴി സകല സമ്പൂർണതയും എൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല, പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിലൂടെ ആ ഓരോ നിറവും വെളിപ്പെട്ട് വന്നു. ആ വെളിപ്പെടുന്നതിന് ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ഞാൻ കൂട്ടുവേലക്കാരനായി ചേർന്ന് ഓരോ സാഹചര്യത്തിൽ കൂടെ ആ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സ്നേഹവും ദയയും കരുണയും ഓരോ നിറവും അതിന്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെട്ട് വർദ്ധിച്ച് എന്നിലൂടെ വെളിപ്പെട്ട് പുറയിൽ വരണം. കാരണം എന്നാ? യേശു പറഞ്ഞു,
We do not overcome evil with evil. തിന്മ കൊണ്ടല്ല നമ്മൾ എതിർക്കുന്നത്, തിന്മയെ നന്മ കൊണ്ട്. ആ നന്മ കൊണ്ട് അറിയണമെങ്കിൽ ആ നന്മ എന്താണെന്ന് അറിയണം, ആ ഗുഡ്നെസ് എന്താണെന്ന് അറിയണം. ദൈവത്തിന്റെ ഗുഡ്നെസ്, ദൈവത്തിന്റെ നന്മ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് രുചിച്ചറിയണം. ഓരോ സാഹചര്യത്തിൽ കൂടെ ഞാനും നിങ്ങളും അത് രുചിച്ചറിയും തോറും എന്നിലൂടെ ആ ഓരോ നേച്ചറും ആ ഓരോ സ്വഭാവവും അതിന്റെ പരിപൂർണതയിലേക്ക് എന്നിലൂടെ വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ തികവോളം വരും. അതിനുവേണ്ടി സാഹചര്യങ്ങൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരും. എവറി സിറ്റുവേഷൻ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്റേണൽ ഗ്രോത്ത് ഓഫ് യുവർ സ്പിരിറ്റ് മാൻ. എല്ലാ സാഹചര്യത്തിലും ഒരു ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ്? ഒരു മെച്യൂരിറ്റി, ഒരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റി ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ അകമേ മനുഷ്യൻ ബലപ്പെട്ട് ശക്തിയോടെ പുഷ്ടിയോടെ ബലപ്പെട്ട് പുറത്തു വരത്തക്കവണ്ണം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ്. അതിനൊരു പ്രാക്ടീസ് ഉണ്ട്. ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഡേ 1 തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. സ്വസ്ഥതയിൽ ഏത് സാഹചര്യത്തിനും വരുന്നതിന് മുമ്പേയും ഞാൻ പ്രാക്ടീസ് ചെയ്യണം. 2 സെക്കൻഡ് കൊണ്ട് ഐ മസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ സ്വസ്ഥതയും സമാധാനത്തിലേക്ക് വരണം. കാരണം എന്നാ, ഇതിന്റെ ഡെയിലി ട്രെയിനിങ് ചെയ്ത് വരുന്തോറും നിങ്ങളുടെ വിശ്വാസത്തിന്റെ മസിൽസ്, കണ്ണ്, ചെവിയ, മൂക്ക്, എല്ലാ പഞ്ചേന്ദ്രിയങ്ങളാണ് ആ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഏത് ബാഡ് ന്യൂസിന്റെ സമയത്തും വരുന്ന ആ സമയത്തും എനിക്ക് സ്വസ്ഥതയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. കാരണം ഈ കാണുന്ന കണ്ണുകൊണ്ടല്ല ഞാൻ കാണുന്നത്, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നു. എന്റെ സാഹചര്യത്തെ ആത്മാവിൽ ദൈവം എന്ത് കാണുന്നു ആ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങൾ കാണാൻ പഠിക്കുമ്പോഴാണ് പുതുക്കപ്പെട്ട സൃഷ്ടിയുടെ കാഴ്ചയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്, പുതുക്കപ്പെട്ട സൃഷ്ടിയുടെ മൈൻഡ് സെറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്, പുതുക്കപ്പെട്ട സൃഷ്ടിയുടെ ലാംഗ്വേജിലേക്ക്, സംസാര രീതിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്, പുതുക്കപ്പെട്ട സൃഷ്ടിയുടെ റെസ്പോൺസ്, ഞാൻ പ്രതികരണത്തിലേക്ക് ഞാൻ വരും. കാരണം എൻ്റെ സാഹചര്യത്തിൽ യേശു ആണെങ്കിൽ എങ്ങനെ കാണുമോ, എങ്ങനെ സംസാരിക്കുമോ, എങ്ങനെ ചിന്തിക്കുമോ, എങ്ങനെ പ്രതികരിക്കുമോ ആ തലത്തിലേക്ക് ഞാൻ എന്നെ തന്നെ മയപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ ജീവനിൽ നിൽക്കുന്ന ഞാൻ ആ ജീവനിൽ വാഴുന്തോറും ഇത് എന്നിലൂടെ നിങ്ങളിലൂടെ വെളിപ്പെട്ട് പൂർണ്ണതയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ.